ഹായ് ഫ്രണ്ട്സ്, ആരമ്മ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ സ്പെഷ്യൽ ഡെൻഡ്രോബിയം സീഡ്ലിങ്സിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസും കാര്യങ്ങളും എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഏതാണ്ട് ഒരു 30 ഷെയ്ഡ് അടുപ്പിച്ച് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ റേറ്റും സൈസും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് പ്ലാന്റ് സൈസ്. അതാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്ലാന്റ് സൈസ് പല വെറൈറ്റിക്കും പല പ്ലാന്റ് സൈസാണ്. ചിലത് ഷൂട്ട് കൂടുതലായിരിക്കും, ചിലത് 1-2 ഷൂട്ടേ ഉണ്ടാവത്തുള്ളൂ, ചിലത് നല്ല നീളം വയ്ക്കുന്ന വെറൈറ്റി ആയിരിക്കും, ചിലത് കുറുക്കിയ ടൈപ്പ് ആയിരിക്കും, എന്ന് വെച്ചാൽ അധികം ഹൈറ്റ് വയ്ക്കാത്ത മോഡലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരുവിധം എല്ലാ പ്ലാന്റിൻ്റെയും സൈസ് ഒരു അപ്രോക്സിമേറ്റ് സൈസ്, ഓരോ വെറൈറ്റി എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിച്ചോണം ഇതിൽ ഒരു സൈസ് ആയിരിക്കും ഏതെങ്കിലുമൊക്കെ വെറൈറ്റി കിട്ടുക. അപ്പോൾ ചിലതിൽ മൾട്ടി ഷൂട്ടഡ് ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. അത് വളരെ റെയർ വെറൈറ്റീസിൽ മാത്രമാണ് അങ്ങനെ വരുന്നത്. എന്നാലും ഇതിപ്പോൾ ഏതാണ്ട് ഒരു 2 മാസം അടുപ്പിച്ച് ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന് ഇവിടെ ഞങ്ങൾ സ്പ്രേയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇരുന്ന് ഒരു 1.5 മാസം അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വന്ന ഉടനെ സെയിൽ ചെയ്യുന്നതല്ല, ഒരു 2 മാസം പ്ലാന്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇരുന്നതിന് ശേഷം, അപ്പോൾ നമ്മൾ ഇറക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അത് ചിലപ്പം AC കണ്ടീഷനിലൊക്കെ ഇരുന്നായിരിക്കും ചിലപ്പോൾ അത് വളരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ക്ലൈമറ്റിൽ കൊണ്ടുവന്ന് ഏതാണ്ട് ഒരു 1.5 മാസം അടുപ്പിച്ചായിട്ടുണ്ട് ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ അതിന് ശേഷമുള്ള ആണ് ഞാൻ ഈ സെയിൽ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ കളേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, പ്ലാന്റ് സൈസ് മനസ്സിലാക്കുക, പ്ലാന്റിന് എത്ര എങ്ങനെ ഉള്ള ആരോഗ്യമുള്ള പ്ലാന്റ്സ് ആണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓരോ പ്ലാന്റ്സും കാണിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പ്ലാന്റ് ഓർഡർ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിലേക്ക് വരാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവാനുള്ളതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചില പ്ലാൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക്, ചില പ്ലാൻസ് അല്ല, നമ്മുടെ ഇപ്പം ഏതെങ്കിലുമൊക്കെ എന്താ പറയുക ഓഫറായിട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ചിലപ്പം വാട്സാപ്പ് ഗ്രൂപ്പിലായിരിക്കും ഇടുന്നത്. അപ്പോൾ അവർക്ക് അധികം നമ്പേഴ്സൊന്നും ഉണ്ടാവില്ല, 1-2 നമ്പേഴ്സൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ളവർക്ക് പെട്ടെന്ന് മേടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് അറിയാൻ എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് നല്ലതായിരിക്കും. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ അതിനകത്തും ജോയിൻ ചെയ്യാം കേട്ടോ. പ്ലാന്റ് സൈസ് കണ്ടോ, ഇതൊക്കെ ചില വെറൈറ്റി പ്ലാന്റ്സ് ആണ്. അതിൻ്റെ ഷൂട്ടുണ്ടോ, ഇത് ഞാൻ പറഞ്ഞില്ലേ 2 മാസമായി ഈ പ്ലാന്റ് മേടിച്ചിട്ടേ. അപ്പോൾ അതിനകത്ത് പിടിച്ചിരിക്കുക. ഇതുണ്ടോ, ഡെൻഡ്രോബിയം ടോമി എന്നുള്ള വെറൈറ്റിയാണ്. അപ്പോൾ അതിൽ എത്ര ഷൂട്ടാണെന്നുണ്ടോ, ടോമി. ഇത് ഗിഫ്റ്റ് ബൈ ഗോഡ് ബ്രൗൺ എന്നുള്ള വെറൈറ്റിയാണ്. ഗിഫ്റ്റ് ബൈ ഗോഡ് ബ്രൗൺ. ഇത് കണ്ടോ, റൂട്ട്സ് വന്നേക്കുന്നുണ്ടോ, ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ റൂട്ടും ഈ ഷൂട്ടും ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വന്നപ്പോഴത്തേക്ക് ഈ 2 ഷൂട്ട് മാത്രം ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടായ റൂട്ടും അതിനുശേഷം വന്ന ഷൂട്ടുമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതാണ് ഇതിനകത്തൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ 2 മാസമായ ഇവിടെ വന്നിട്ട് ഞാൻ വളർത്തിയ പ്ലാന്റാണെന്ന് പറഞ്ഞില്ലേ, ഇതെല്ലാം ഈ ഷൂട്ടുകൾ ഇവിടെ ഇത് വന്നതിന് ശേഷം വന്നിരിക്കുന്നത്. അപ്പോൾ 2 മാസം കൊണ്ട് എനിക്കിത് ഈ വെറൈറ്റിയിലാണെങ്കിൽ ഫ്ലവർ ബഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരാൻ കാരണം ഞാൻ ഇതിന് കൊടുക്കുന്ന കെയറിങ് ആണ്. സ്പ്രേ ആണെങ്കിലും മറ്റേ ഫംഗിസൈഡ് ആണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പ്ലാന്റ്സ് ആ ഒരു 2 മാസം 1.5 മാസം ആയെന്ന് തോന്നുന്നു. 1.5 മാസം കൊണ്ട് ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്ന് ഇത്രയും ഇതായിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രോത്ത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അത്രയും പതുക്കെ അതിന് പുതിയൊരു ഷൂട്ട് വന്ന് പ്ലാന്റ് ഇത്രയും ഹെൽത്തി ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അതിന് ടൈം നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. കാര്യം കൂടെ ഞാൻ ഇതിനകത്തോട്ട് പറയട്ടെ. നമ്മുടെ കയ്യിൽ നിന്ന് സീഡ്ലിങ്സ് ഒക്കെ മേടിച്ചിട്ട് 2 മാസം 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞവർ പറയുന്നുണ്ടോ ഒന്നും വളരുന്നില്ല, പൂവിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, സീഡ്ലിങ്സ് ആണിത്. ഇത് എന്താ പറയുക, കുഞ്ഞു പ്ലാന്റാണ്. 1 വർഷമേ അതിന് പ്രായമായിട്ടുള്ളൂ. ചില പ്ലാന്റ്സ് മാത്രമാണ് 1 വർഷത്തിനുള്ളിൽ നമുക്ക് ഇവിടെ തന്നെ നിന്നിട്ട് ഈ സീഡ്ലിങ് സൈസിൽ തന്നെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് നമുക്കുണ്ട്. അത് വളരെ കുറച്ച്
വെറൈറ്റീസ് മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. നിങ്ങൾ ഇതിനെ റീപ്പോർട്ട് ചെയ്ത് ഒരു 6 മാസമെങ്കിലും പ്ലാന്റിനെ ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടുത്ത് പ്ലാന്റിനെ ഉഷാറാക്കി എടുത്തതിന് ശേഷം മാത്രമേ ഫ്ലവറിങ്ങിനെ കുറിച്ച് ആലോചിക്കാവൂ. അല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്ലവർ കാണാനായിട്ട് നിങ്ങൾ സീഡ്ലിങ്സ് മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ പറയുന്ന സമയം കൊണ്ടൊന്നും അത് സത്യം പറഞ്ഞാൽ പൂവിടില്ല. ഞാൻ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയുവാണ്, നിങ്ങൾ കുറച്ച് ക്ഷമ കാണിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് സീഡ്ലിങ്സ് മേടിച്ച് വയ്ക്കുന്നത്, നമുക്ക് വലിയ വലിയ പ്ലാൻ ഭയങ്കര റേറ്റ് ആയതുകൊണ്ടും പിന്നെ ഒത്തിരി കളക്ഷൻസ് വെറൈറ്റീസ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മൾ കൂടുതലല്ലേ. അപ്പോൾ സീഡ്ലിങ്സ് മേടിച്ച് വയ്ക്കുക. അപ്പോൾ സീഡ്ലിങ്സിനെ ഈ റേറ്റിൽ നമുക്ക് മേടിച്ച് വയ്ക്കുവാണെങ്കിൽ നമ്മളൊന്ന് പരിചരിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിട്ട് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വരികയും ചെയ്യും. നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് ഫ്ലവേഴ്സ് നമ്മളൊന്ന് കഷ്ടപ്പെടണം എന്നേ ഉള്ളൂ. നമ്മൾ 1 മാസമൊക്കെ മേടിച്ച് വെച്ചിട്ട് ഒരു 3 മാസം ഒക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം പൂവിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അതുമാത്രമല്ല, എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ പറയും വളരെ കുറച്ച് മരുന്നുകൾ മാത്രമേ സ്പ്രേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇത് നമ്മൾ മണ്ണിൽ നടുന്ന ഒരു ചെടിയല്ല. മണ്ണിൽ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്തും കാര്യങ്ങളൊക്കെ മണ്ണിലുള്ളതും എല്ലാം അതിന് കിട്ടും. പ്രോബ്ലം ഇല്ല. അതിൻ്റെ വേരൊക്കെ പോയി എവിടെയെങ്കിലൊക്കെ പോയി തപ്പിയെടുത്ത് അതിന് ചെടിക്ക് ആവശ്യമുള്ള ഇത് വലിച്ചെടുക്കാനുള്ള കഴിവ്. നമ്മുടെ ഓർക്കിഡിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, ആകെ കുറച്ച് കരിയാണ് കൊടുക്കുന്നത് അല്ലേ. ആകെ കുറച്ച് കരി കൊടുത്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് വളർന്നോട്ടാ എന്ന് പറയുവാണെങ്കിൽ അതിന് പറ്റുമോ? പറ്റില്ല. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ആഴ്ചയിൽ 2 പ്രാവശ്യം 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ ഗ്രീൻ കെയർ 30-10-10 സ്പ്രേ കൊടുക്കുക. ഇനിയിപ്പോൾ ചൂട് സമയം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നാളികേരം പുളിപ്പിച്ചത് സത്യം പറഞ്ഞാൽ ആക്ച്വലി കൂടുതൽ ചേർക്കുന്ന അതിനകത്ത് സൈറ്റോക്കിനിൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പുളിപ്പിച്ചതൊക്കെ കൊടുക്കേണ്ടത്. എന്നാലും റൂട്ട് വരാൻ വേണ്ടിയിട്ടും റൂട്ടും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അത് സ്പ്രേ കൊടുക്കാം, കുഴപ്പമില്ല. പുളിപ്പിച്ചതാണെങ്കിൽ ഒരു 5 ഇരട്ടിയൊക്കെ വെള്ളം കൊടുക്കുക. ഇന്ന് പൊട്ടിച്ചത് ഇന്ന് തന്നെ കൊടുക്കുവാണെങ്കിൽ 2 ഇരട്ടിയൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അത് ഈ ചൂട് സമയമാണ്. പിന്നെ കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചത് വളരെ നേർപ്പിച്ച്, അത് കോൺസെൻട്രേഷൻ തെറ്റിപ്പോയാൽ ചെടി അപ്പാടെ ഇലയൊക്കെ പൊഴിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ പുളിപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു 20 ഇരട്ടി 15 ഇരട്ടിയൊക്കെ 10 ഇരട്ടി 15 ഇരട്ടി അത്രയും നേർപ്പിച്ച് വേണം നിങ്ങൾ സ്പ്രേ കൊടുക്കാനും കടക്കിൽ ഒഴിച്ചു കൊടുക്കാനൊക്കെ ചെയ്യേണ്ടത്. അത് ചൂട് സമയത്ത് ഞാൻ ഫെലനോപ്സിസിന് ഒരിക്കലും ഓർഗാനിക് വളങ്ങൾ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. അത് കാരണം നമുക്ക് ഇൻഫെക്ഷൻ വരാൻ പെട്ടെന്ന് ചാൻസ് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ഫെലനോപ്സിസിന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഡെൻഡ്രോബിയത്തിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. റൂട്ട്സ് പെട്ടെന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗ്രോത്തും കിട്ടും ഈ ചൂട് സമയത്ത്. അപ്പോൾ അതൊക്കെ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വളം കൊടുത്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടുത്തോ, നിങ്ങളുടെ പ്ലാന്റ് അതിനനുസരിച്ച് വളരും. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലേ കൊടുക്കുന്നുള്ളൂ, അതിനനുസരിച്ചേ വളരത്തുള്ളൂ. നിങ്ങൾ കൊടുക്കുന്നില്ലേ, അത് നിങ്ങൾ എങ്ങനെ വെച്ചോ ആ രീതിയിൽ തന്നെ ഇരിക്കും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് പൂക്കളാണ് കാണാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പ്ലാന്റ്സിനെ അതിനനുസരിച്ച് മെനക്കെട്ട് നോക്കിയാലേ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ സീഡ്ലിങ്സ് മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അതിന് വളവും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. വീഡിയോനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. സംഭവം നമ്മൾ ഒരു സമ്മാനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സിൽ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് മൊത്തം കിട്ടിയ കമൻറ്റ് 165. വാലന്റൈൻസ് ഡേ വരെ കമൻറ്റ് ചെയ്യുന്നവർക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 165 കമൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ നമ്പറുകൾ ഇട്ടിട്ടുണ്ട്, എത്രാമത്തെ കമൻറ്റാണ് നിങ്ങൾ ഇട്ടേന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നും നറുക്കെടുക്കുന്ന ഒരാൾക്ക് ഞാൻ സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നറുക്കെടുപ്പ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെൻഡ്രോബിയം നോർമൽ സീഡ്ലിങ്സിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞതല്ലോ, കുറച്ച് കമൻറ്റ്സ് ഇട്ടവരിൽ നിന്നും ഒരു 165, അത് ചിലർ 2-3 പ്രാവശ്യം ഇട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 160 കമൻറ്റ്സാണ് ഒരു ആവറേജ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പം നമുക്ക് ഇങ്ങനെ തുണ്ടിടലും കാര്യങ്ങളും ഒന്നും വേണ്ട, എല്ലാം ഓൺലൈനിൽ തന്നെ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി തന്നെ, അപ്പോൾ അതിനകത്തൊരു മിസ്റ്റേക്ക് വരാനോ അല്ലെങ്കിൽ ചീറ്റ് ചെയ്തു എന്ന് വരാനോ അങ്ങനെയൊന്നും ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരാളെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. 162 കമൻറ്റ്സാണ് നമുക്കിപ്പോൾ ടോട്ടലുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരാൾ
ഇതാണ് നമ്മുടെ വിന്നർ ജോസ്മി റിഷാദ് 4275 എന്നുള്ള കോഡാണ്, യൂട്യൂബ് ID ആണ്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ യൂട്യൂബിലുള്ള കമൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. ജോസ്മി റിഷാദ് 4275. അപ്പോൾ ഞാൻ അതിൻ്റെ കമൻറ്റ് വായിക്കും. ഞാൻ എല്ലാ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. നല്ല കാര്യങ്ങളും നല്ലപോലെ പറഞ്ഞു തരാറുണ്ട്. ഗോഡ് ബ്ലെസ് യു. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്നാണ് നമുക്ക് കിട്ടിയ കമൻറ്റ്. ഒത്തിരി നന്ദിയുണ്ട്. എന്താ പറയുക, നല്ലൊരു കമൻറ്റ് ഇട്ടതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഈ കോണ്ടാക്റ്റിലുള്ള ആളെ എന്നെ എത്രയും പെട്ടെന്നൊന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. മെസ്സേജ് ഇടണം, വാട്സാപ്പിൽ മെസ്സേജ് ഇടണം. ഞാൻ അതിനകത്ത് നമ്മുടെ യൂട്യൂബിൻ്റെ താഴെയായിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി എനിക്ക് മെസ്സേജ് നേരിട്ട് വാട്സാപ്പിലോട്ട് വരാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വരണേ, മെസ്സേജ് ഇടണം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മുടെ സമ്മാന പദ്ധതി ഇപ്പോഴും എല്ലാ വീഡിയോയിലും ഉണ്ടാവും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും നല്ലൊരു ഒരു കമൻറ്റിന് അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സമ്മാനം കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ എല്ലാ വീഡിയോയിലും ഇനി ഉണ്ടാവും. കമൻറ്റ് ചെയ്യുന്നതിൽ നിന്നും ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അവർക്ക് കൂടെ നമ്മുടെ നഴ്സറിനെ കുറിച്ചും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഓഫറിനെ കുറിച്ചൊക്കെ അവരും കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ വന്നിട്ട് നമ്മുടെ നഴ്സറിയിൽ വിരിഞ്ഞ ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ അപ്ഡേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും പൂക്കളായിട്ട് വിരിയാനും മറ്റുമായിട്ട് ഒരു വളം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു മാസമായിട്ടാണ് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഈ ചട്ടിയിൽ സെറ്റ് ചെയ്ത പ്ലാന്റ്സിന് ഫുള്ള് ഞാൻ അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് ഒരു വളം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ജർമ്മൻ ടെക്നോളജി വികസിപ്പിച്ചെടുത്ത ഒരു വളമാണ്. പക്ഷെ അതിൻ്റെ റിസൾട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ഇതിന് മുന്നേയൊക്കെ ഒരു സ്പൈക്കൊക്കെ വന്നോണ്ടിരുന്ന പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പ്ലാന്റിൽ വന്നിരിക്കുന്ന 4 സ്പൈക്ക്, ഒരു പ്ലാന്റിൽ 2 സ്പൈക്ക് വന്നിട്ടുണ്ട്, ഒന്നിൽ 4 സ്പൈക്ക് വന്നിട്ടുണ്ട്, വീണ്ടും വേറൊന്നിൽ 3 സ്പൈക്ക് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുക, ഭയങ്കര നല്ല ബ്ലൂമിങ് നമുക്ക് കിട്ടുന്നുണ്ട് ആ വളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ആ വളങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുവാണ്. സെപ്പറേറ്റ് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ മിക്സ് ആവേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.